ഈ ഗോപ്രോ ക്യാമറ ഉപയോഗിക്കുന്ന എല്ലാവരും നിർബന്ധമായിട്ട് ഈ വീഡിയോ കാണണം. അതുപോലെ തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. കാരണം ഈ ഗോപ്രോ ക്യാമറ സർവീസ് ചെയ്യുന്ന സർവീസ് സെന്ററുകൾ വളരെ കുറവാണ്. നമ്മുടെ നാട്ടിലെ സർവീസ് സെന്ററുകളിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ മേടിച്ച് വെച്ചിട്ട് അത് ശരിയാക്കാനുള്ള ഒരു സംവിധാനങ്ങൾ അവർക്കില്ല. അപ്പോൾ ശരിക്കും ഇത് ഇവരുടെ ഡയറക്റ്റ് കമ്പനി മുഖാന്തരം മാത്രമേ നന്നാക്കാനോ അല്ലെങ്കിൽ ഇത് മാറി കിട്ടാനോ ഉള്ള സാധ്യതയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ കാണുക. ഇതിന്റെ കാര്യങ്ങൾ ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ ഇന്നൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യാനായിട്ടാണ് ഇന്നത്തെ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നിങ്ങളിൽ പലരും ഗോപ്രോ ക്യാമറ ഉപയോഗിക്കുന്നവരായിരിക്കും. ഈ ഗോപ്രോ ക്യാമറയ്ക്ക് കേട് വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ മാറിയെടുക്കാം എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഗോപ്രോയുടെ ക്യാമറ ഉണ്ടായിരുന്നു. അത് ശരിക്കും ഒരു കംപ്ലൈൻറ്റ് വന്നു. കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറ നമ്മൾ റെക്കോർഡ് ബട്ടൺ ഓൺ ചെയ്യുന്ന സമയത്ത് അത് നേരെ സ്വിച്ച് ഓഫ് ആയി പോകും, പിന്നെ തന്നെ ഓണായി വരും. അപ്പോൾ റെക്കോർഡിങ് പോസിബിൾ അല്ലാത്തൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഞങ്ങളും ശരിക്കും ഈ യൂട്യൂബിനകത്ത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഗോപ്രോ ആണ് ഏറ്റവും കൂടുതൽ ആശ്രയിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീഡിയോ എടുക്കലും അതുപോലെ എല്ലാ കാര്യങ്ങളും ഭയങ്കര പ്രശ്നമായി മാറി ഈ ഗോപ്രോ കംപ്ലൈൻ്റ് ആയതോടുകൂടി. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ ഗോപ്രോ ക്യാമറയ്ക്ക് ശരിക്കും 2 വർഷം വാറണ്ടി ഉണ്ട്. മേടിച്ചിട്ട് 2 വർഷത്തേക്ക് റീപ്ലേസ്മെൻറ്റ് വാറണ്ടി ഉണ്ട് ഈ ക്യാമറയ്ക്ക്. പിന്നെ ഈ ക്യാമറയുടെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ക്യാമറ നിങ്ങൾ മേടിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ ക്യാമറയുടെ ബോക്സിലുള്ള ഒരു QR കോഡ് ഉണ്ട്. അപ്പോൾ QR കോഡ് സ്കാൻ ചെയ്ത് വേണം വാറണ്ടി രജിസ്റ്റർ ചെയ്യാനായിട്ട്. അങ്ങനെ വാറണ്ടി രജിസ്റ്റർ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് വാറണ്ടി ക്ലെയിം ചെയ്ത് ഇതിൻ്റെ കംപ്ലൈൻറ്റ് തീർക്കാനോ അല്ലെങ്കിൽ അത് മാറിയെടുക്കാനോ ഉള്ള സൗകര്യമൊക്കെ കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ ഈ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ ലക്ഷറി പേഴ്സണിഫൈഡ് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് ഇന്ത്യയിൽ ഈ ഗോപ്രോ ക്യാമറയുടെ ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നത്. അപ്പോൾ ശരിക്കും ഡൽഹി ബേസ്ഡ് കമ്പനിയാണ്. അപ്പോൾ ഈ കമ്പനി മുഖാന്തരം മാത്രമേ നമുക്ക് ശരിക്കും ഈ ക്യാമറ മാറിയെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ ക്യാമറ കേടായി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് മാറിക്കിട്ടും. ഞങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടി, ഞങ്ങൾ ഒത്തിരി പേര് സഹായിച്ചു. അങ്ങനെ പലരുടെയും സഹായത്തിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് ക്യാമറ മാറിയെടുക്കാനായിട്ട് സാധിച്ചു കേട്ടോ. അപ്പോൾ അതിൻ്റെ എന്താണ് ചെയ്യേണ്ടത്, ക്യാമറ കേടായി കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ പറയാം. അപ്പോൾ കാര്യങ്ങൾ നിങ്ങൾ അതുപോലെ ചെയ്യുക. ഈ ഗോപ്രോ ക്യാമറ ഉപയോഗിക്കുന്ന എല്ലാവരും നിർബന്ധമായിട്ട് ഈ വീഡിയോ കാണണം. അതുപോലെ തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. കാരണം ഈ ഗോപ്രോ ക്യാമറ സർവീസ് ചെയ്യുന്ന സർവീസ് സെന്ററുകൾ വളരെ കുറവാണ്. നമ്മുടെ നാട്ടിലെ സർവീസ് സെന്ററുകളിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ മേടിച്ച് വെച്ചിട്ട് അത് ശരിയാക്കാനുള്ള ഒരു സംവിധാനങ്ങൾ അവർക്കില്ല. അപ്പോൾ ശരിക്കും ഇത് ഇവരുടെ ഡയറക്റ്റ് കമ്പനി മുഖാന്തരം മാത്രമേ നന്നാക്കാനോ അല്ലെങ്കിൽ ഇത് മാറി കിട്ടാനോ ഉള്ള സാധ്യതയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ കാണുക. ഇതിന്റെ കാര്യങ്ങൾ ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം. അപ്പോൾ ഞങ്ങളുടെ ക്യാമറ കേടായ സമയത്ത് ശരിക്കും ഞങ്ങൾ ഭയങ്കരമായിട്ട് വിഷമിച്ചു. കാരണം നമ്മൾ ഈ നല്ല വില കൊടുത്ത് മേടിക്കുന്ന ക്യാമറയാണ്. അപ്പോൾ ഈ ക്യാമറ നന്നാക്കാനുള്ളൊരു സൗകര്യം നമ്മുടെ നാട്ടിലില്ല. അപ്പോൾ ഇത് മാറിയെടുക്കാനും ഇതിൻ്റെ വാറണ്ടി ക്ലെയിം ചെയ്യാനായിട്ട് ഞങ്ങളെ കുറേ ആളുകൾ സഹായിച്ചിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനിയായിട്ടുള്ള ഒരാളുടെ പേര് ഇവിടെ പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല. അജിൽ, ഞങ്ങളുടെ സുഹൃത്തായിട്ടുള്ള അജിൽ സോമൻ എന്ന് പറഞ്ഞ ഞങ്ങളുടെ സുഹൃത്ത്. അപ്പോൾ അദ്ദേഹം ഗവൺമെൻറ് സർവീസിൽ ജോലി ചെയ്യുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹമാണ് ശരിക്കും ആദ്യം ഞങ്ങൾക്ക് ഇതിന് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തത്. അപ്പോൾ അജിലിനുള്ള നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ക്യാമറ മാറി കിട്ടാനുള്ള ആദ്യ നടപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ മുകളിലൊരു നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ നമ്പറിൽ നിങ്ങൾ ക്യാമറ കേടായ ആളുകൾ വിളിക്കുക. വിളിച്ച് കഴിയുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ലക്ഷറി പേഴ്സണിഫൈഡ് എന്ന് പറഞ്ഞ കമ്പനിയിൽ കിട്ടും. അപ്പോൾ കമ്പനി കിട്ടുന്ന സമയത്ത് ആ കമ്പനി പല പ്രോഡക്റ്റുകളുടെയും ഡിസ്ട്രിബ്യൂട്ടർമാരാണ്. അപ്പം നമ്മൾ നേരെ ഗോപ്രോ കസ്റ്റമർ കെയർ ഏജന്റിനെ കിട്ടണമെന്ന് പറയുക. അപ്പോൾ ഗോപ്രോയുടെ ആൾ നമ്മളുമായിട്ട് സംസാരിക്കും. അപ്പോൾ അവർ കൂടുതലായിട്ട് ഇംഗ്ലീഷിലോ ഹിന്ദിയിലൊക്കെ ആയിരിക്കും സംസാരിക്കുക. അപ്പോൾ അത്യാവശ്യം ഇംഗ്ലീഷും ഹിന്ദിയൊക്കെ അറിയാവുന്ന ഒരാൾ ഇത് കൈകാര്യം ചെയ്യണം. അപ്പോൾ അങ്ങനെ സംസാരിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഇമെയിൽ ID യും കാര്യങ്ങളും നമ്മുടെ ക്യാമറയുടെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കും. അപ്പോൾ അതിന് ശേഷം അവർ നമ്മുടെ മെയിലിലേക്ക് ഒരു ഫോം അയച്ചു തരും. അപ്പോൾ ആ ഫോം നമ്മൾ ഫില്ല് ചെയ്യണം. അപ്പോൾ അതിനകത്ത് നമ്മുടെ ഡീറ്റെയിൽസ്, നമ്മുടെ പേര്, അഡ്രസ്സ്, അതുപോലെ ഇമെയിൽ ID, അതുപോലെ ഫോൺ നമ്പർ, അതുപോലെ ഈ ക്യാമറയുടെ കംപ്ലൈൻറ്റ്, ക്യാമറയുടെ സീരിയൽ നമ്പർ, അപ്പോൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അത് കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് നമ്മൾ വീണ്ടും റിപ്ലൈ കൊടുക്കണം. മെയിൽ റിപ്ലൈ ചെയ്യണം. റിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഉടനെ തന്നെ അവരുടെ മെയിൽ നമുക്ക് തിരിച്ചു വരും. അവർ പെട്ടെന്ന് തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് തരുന്നുണ്ട്. നമ്മൾ കോൾ വിളിച്ച് കഴിഞ്ഞാൽ രാവിലെ ഒരു 11 മണി 11 മണിക്കും 12 മണിക്കും ഇടയ്ക്ക് വിളിച്ചു കഴിഞ്ഞാൽ അവരെ ഉറപ്പായിട്ടും കിട്ടും. അത് കഴിഞ്ഞിട്ട് കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പോൾ രാവിലെ തന്നെ നിങ്ങൾ വിളിക്കാൻ ശ്രമിക്കുക. അപ്പം പിന്നെ ഇങ്ങനെ ഒരു സംഭവം നടന്നു കഴിഞ്ഞാലും വാറണ്ടി ക്ലെയിം ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾ ഈ ഫോം ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ എല്ലാ ദിവസവും പറ്റുമെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കണം. കാരണം ഇത് ഭയങ്കര തിരക്കുള്ളൊരു കമ്പനിയാണ്. നമ്മുടെ ഇന്ത്യയിൽ ഈ നമ്മുടെ രാജ്യത്തിൽ ഫുള്ളായിട്ട് ഈ ഗോപ്രോ അതുപോലെ ഒത്തിരി പ്രോഡക്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നൊരു കമ്പനി ഇത് മാത്രമാണ്. അപ്പോൾ കമ്പനി നല്ല ബിസി ആയിരിക്കും, തിരക്കായിരിക്കും അവരെല്ലാവരും.
അപ്പോൾ നമ്മളത് വേണ്ട രീതിയിൽ എപ്പോഴും കോൺടാക്ട് ചെയ്ത് നിന്നെങ്കിലേ സാധനം നമുക്ക് മാറി കിട്ടത്തുള്ളൂ. മാറി കിട്ടാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, നല്ല റെപ്യൂട്ടഡ് കമ്പനിയാണ്. അപ്പോൾ അവർ വേണ്ട രീതിയിൽ അത് സഹകരിക്കും. അപ്പോൾ നമ്മൾ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ ക്യാമറയുടെ കംപ്ലയിൻറ്റ് കാണിക്കുന്ന ഒരു വീഡിയോ നമ്മൾ എടുക്കണം. ഈ ക്യാമറ ജസ്റ്റ് ഓൺ ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ ക്യാമറയുടെ കംപ്ലയിൻറ്റ് ഓൺ ചെയ്യുന്ന സമയത്ത് ഓഫായി പോവുക എന്നായിരുന്നു. അപ്പോൾ അത് വേറൊരു ക്യാമറയിൽ പകർത്തിയിട്ട് ആ വീഡിയോ നമ്മൾ അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കണം. അതോടൊപ്പം തന്നെ നിങ്ങളിത് ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണെങ്കിൽ ആ ഷോപ്പിൽ നിന്ന് കിട്ടിയിട്ടുള്ള ബില്ല്, അല്ലെങ്കിൽ നമ്മൾ ഓൺലൈൻ മേടിച്ചതാണെങ്കിൽ അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള ഇൻവോയ്സിൻ്റെ കോപ്പി ഇതോടൊപ്പം തന്നെ നമ്മൾ സ്കാൻ ചെയ്ത് അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞങ്ങൾ ആദ്യം അവരുമായിട്ട് കോൺടാക്ട് ചെയ്ത സമയത്ത് നമ്മുടെ ഈ ക്യാമറ അവർ ഡയറക്റ്റ് ഇവിടെ വന്ന് പിക്കപ്പ് ചെയ്യും. അതിനുശേഷം അവിടെ അത് കിട്ടിയതിന് ശേഷം നമുക്ക് പുതിയ ക്യാമറ അവർ തരുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ 2-3 ദിവസമായിട്ടും ഇത് പിക്കപ്പ് ചെയ്യാനുള്ള നടപടികളൊന്നും കാണാണ്ട് വന്ന സമയത്ത് ഞങ്ങൾ വീണ്ടും അവരെ കോൺടാക്ട് ചെയ്ത സമയത്ത് അവർ പിന്നെ പറഞ്ഞു കമ്പനിയിൽ ഭയങ്കര തിരക്കാണ്, അവർ ഭയങ്കര ബിസി ആയതുകൊണ്ട് ഈ പ്രോഡക്റ്റ് ഡയറക്റ്റ് ഈ ബ്ലൂ ഡാർട്ട് എന്ന് പറഞ്ഞൊരു കൊറിയർ സർവീസ് ഉണ്ട്, അവർ വഴി ഡയറക്റ്റ് അവരുടെ അഡ്രസ്സിലേക്ക് അയച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പ്രത്യേകം പറഞ്ഞാലും നല്ല രീതിയിൽ നമ്മളിത് പാക്ക് ചെയ്യണം. ശരിക്കും പാക്ക് ചെയ്യാൻ അറിയാവുന്ന ആരെങ്കിലും വിളിച്ച് നല്ല രീതിയിൽ ഇതിന് ഡാമേജ് ഒന്നും പറ്റാത്ത രീതിയിൽ നല്ല രീതിയിൽ പ്ലാസ്റ്റിക് അതുപോലെ നല്ല കവറൊക്കെ ഇട്ട് പാക്ക് ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മുടെ ഒരു സുഹൃത്തായിട്ടുള്ള ജിഷ്ണു ആണ് ഞങ്ങൾക്കിത് നല്ല രീതിയിൽ പാക്ക് ചെയ്ത് തന്ന്. പാക്ക് ചെയ്തു. അതിനുശേഷം നമ്മളിത് പ്ലാസ്റ്റിക് വെച്ചിട്ട് പൊതിഞ്ഞു. അതിനുശേഷം 2 വശത്തും കമ്പനിയുടെ ലക്ഷറി പേഴ്സണിഫൈഡ് കമ്പനിയുടെ അഡ്രസ്സ് വൺ സൈഡിൽ നമ്മൾ എല്ലാ ഡീറ്റെയിൽസും എഴുതി, ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ ഫ്രം അഡ്രസ്സ് എഴുതിയിട്ട് നമ്മൾ അയച്ച് തൊടുപുഴ ബ്ലൂ ഡാർട്ടിൻ്റെ ഓഫീസിൽ കൊണ്ടുപോയിട്ട് നമ്മൾ ഡയറക്റ്റ് അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ ബ്ലൂ ഡാർട്ട് വഴിയാണ് അവർക്ക് ശരിക്കും നമ്മുടെ ഈ പ്രോഡക്റ്റ് അയച്ചു കൊടുത്തത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു അതിനൊരു കൊറിയർ ചാർജ് ആയിട്ട് 600 രൂപ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് അവർ ബ്ലൂ ഡാർട്ടുകാർ ഒരു ട്രാക്കിംഗ് ഐ ഡി തരും. അപ്പോൾ നമുക്ക് ഐ ഡി വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രോഡക്റ്റ് അവിടെ എത്തുന്നതൊക്കെ നമുക്ക് അറിയാൻ പറ്റും, ഓരോ സമയത്ത് എവിടെ എത്തി എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അത് കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ കൃത്യം 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും പ്രോഡക്റ്റ് ഡൽഹിയിൽ എത്തിയെന്ന് ഞങ്ങൾക്ക് അവിടെ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റി. അതിനുശേഷം ഞങ്ങൾ അവരെ വീണ്ടും കോൺടാക്ട് ചെയ്തു. ഞങ്ങൾ ഈ ബ്ലൂ ഡാർട്ടിൽ നിന്ന് കിട്ടിയിട്ടുള്ള ട്രാക്കിംഗ് ഡീറ്റെയിൽസ് നമ്മൾ അവർക്ക് സെൻഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അവർ അത് പഠിച്ചിട്ട് നമ്മുടെ പ്രോഡക്റ്റ് പരിശോധിച്ചതിന് ശേഷം ഉടനെ തന്നെ അതിൻ്റെ നടപടികൾ എടുക്കാമെന്ന് ഞങ്ങൾക്ക് അറിയിപ്പ് തന്നു. പിന്നെയും 2-3 ദിവസമായിട്ടും ഇതിനൊരു മറുപടിയും കിട്ടാത്തൊരു സാഹചര്യം വന്നു. അപ്പോൾ വീണ്ടും ഞങ്ങൾ അവരെ തുടർച്ചയായിട്ട് ഞങ്ങൾ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാ ദിവസവും തന്നെ നമ്മൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ 2-3 ദിവസം കഴിഞ്ഞ് പറഞ്ഞു കുഴപ്പമില്ല, നിങ്ങളുടെ പ്രോഡക്റ്റ് കംപ്ലൈൻ്റ് ആണ്, വാറണ്ടിയിലാണ് ഉള്ളതെന്ന് അവർ മനസ്സിലാക്കി. കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പുതിയ ഗോപ്രോയുടെ ബ്രാൻഡ് ന്യൂ ക്യാമറ സെൻഡ് ചെയ്ത് ഞങ്ങൾക്ക് ഉടനെ തന്നെ അവർ അയച്ചു തരും എന്ന് പറഞ്ഞിട്ട് അവർ ശരിക്കും ഞങ്ങൾക്ക് ആദ്യം ഒരു പ്രശ്നം പറ്റി. നമുക്ക് അവർ ക്യാമറ അയച്ചു തന്നു, അതിൻ്റെ ഒരു ട്രാക്കിംഗ് ഐ ഡിയും നമുക്ക് തന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഈ ക്യാമറ ശരിക്കും ഞങ്ങൾ ട്രാക്ക് ചെയ്തുകൊണ്ടിരുന്നു, ഇതിൻ്റെ സ്ഥലങ്ങൾ ട്രാക്ക് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ ആ ക്യാമറ ഡൽഹിയിൽ നിന്ന് അയച്ചിട്ട് ഡൽഹിയിൽ തന്നെ ഡെലിവറി ആയെന്നാണ് ട്രാക്കിംഗ് ഐ ഡിയിൽ കാണിച്ചത്. അപ്പോൾ ഞങ്ങൾ ഒന്ന് ഭയന്നു പോയി. കാരണം ഈ നമുക്ക് അയച്ച ക്യാമറ അഡ്രസ്സ് മാറി വേറെ എവിടെയോ പോയി എന്ന രീതിയിലാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. പിന്നെ നമ്മൾ 1-2 ദിവസം അവരെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ട് ഈ ഓണത്തിൻ്റെയൊക്കെ ഒരു സമയമൊക്കെ ആയിരുന്നു, അതുകൊണ്ട് ശരിക്കും അവരെ കിട്ടാത്തൊരു സാഹചര്യം കൂടെ വന്നു. അപ്പോൾ നമ്മൾ വീണ്ടും ഒന്ന് ഭയന്നു. ശരിക്കും പറഞ്ഞാൽ നിങ്ങളാരും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇവർ നല്ലൊരു കമ്പനി ആയതുകൊണ്ട് ഈ നമ്മുടെ ഈ പ്രോഡക്റ്റ് എന്തായാലും ഇവർ വേണ്ട രീതിയിൽ നമുക്ക് മാറി തരുകയോ അല്ലെങ്കിൽ നന്നാക്കി തരുകയോ ചെയ്യുന്നുള്ള ഒരു ഉറപ്പാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ആരും ഭയക്കേണ്ട, കാരണം ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് ഞങ്ങൾ പറയുന്നതാണ്. ഗോപ്രോ ക്യാമറ കേടായി കഴിഞ്ഞാൽ നിങ്ങൾ പേടിക്കണ്ട. അപ്പോൾ ക്യാമറ കറക്റ്റായിട്ട് ലക്ഷറി പേഴ്സണിഫൈഡ് എന്ന് പറഞ്ഞ കമ്പനി ആയിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിന് ഉറപ്പായിട്ടൊരു നടപടി ഉണ്ടാവും. നിങ്ങൾക്ക് ക്യാമറ മിക്കവാറും ഈ ക്യാമറ പുതിയ ക്യാമറ കിട്ടാൻ തന്നെയാണ് സാധ്യത. അപ്പോൾ നിങ്ങൾ ഈ ഗോപ്രോ കേടായി കഴിഞ്ഞാൽ അത് ഉപേക്ഷിക്കാതെ ഒരു 1-2 ആഴ്ച അതിന് വേണ്ടി ഒന്ന് ശ്രമിക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ ഇത്രയും വിലയുള്ള ക്യാമറയല്ലേ, അപ്പോൾ ആ ക്യാമറ വെറുതെ കളയണ്ട, നിങ്ങൾക്ക് അത് ഉറപ്പായിട്ടും മാറി കിട്ടും. അപ്പം ഞങ്ങൾക്ക് കിട്ടിയ ഒരു അനുഭവമാണ് ഞങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ശരിക്കും ഈ ഡൽഹിയിൽ തന്നെ കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളൊന്ന് പേടിച്ചെങ്കിലും പിന്നെ 2-3 ദിവസം വരെ കിട്ടാണ്ടെന്ന് വീണ്ടും ഞങ്ങൾക്കൊരു ഭയമായി. പിന്നെ ഞങ്ങൾ വീണ്ടും അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് കിട്ടി. അപ്പോൾ അവർ ഓൾറെഡി ഞങ്ങൾ സംസാരിച്ചപ്പോൾ നിങ്ങളുടെ ക്യാമറ ഡെലിവറി ആയല്ലോ എന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ അവരോട് പറഞ്ഞു, ഇല്ല ഞങ്ങളുടെ ക്യാമറ ഞങ്ങൾക്ക് ഡെലിവറി ആയിട്ടില്ല,
അപ്പോൾ ട്രാക്കിംഗ് ID വെച്ചിട്ട് അവർ നോക്കി കഴിഞ്ഞപ്പോൾ അവർക്ക് തന്നെ മനസ്സിലായി അഡ്രസ്സിനകത്ത് എന്തോ ഒരു മിസ്മാച്ച് വന്നു. അപ്പോൾ അഡ്രസ്സ് പ്രശ്നം പറ്റിയിട്ട് ഡൽഹി തന്നെ അത് എന്തോ ഡെലിവറി ആയെന്നാണ് കാണിച്ചതെന്ന് മനസ്സിലായി. അപ്പോൾ അതിനുശേഷം പിന്നെ നമ്മൾ ഒരു ഉറപ്പ് പറഞ്ഞു, ഇനി നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്കൊരു ബ്രാൻഡ് ന്യൂസ് ക്യാമറ വീണ്ടും അയക്കുവാണെന്ന് ഇവർ നമുക്കൊരു അറിയിപ്പ് വന്നു. പിന്നെ ശരിക്കും 2025 സെപ്റ്റംബർ മാസം 4-ാം തീയതി നമ്മൾ അവരുമായിട്ട് വീണ്ടും ബന്ധപ്പെടുകയാണ്. ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്ക് മനസ്സിലായി ഈ ക്യാമറ ശരിക്കും നമുക്ക് കിട്ടിയിട്ടില്ല എന്ന് മനസ്സിലാക്കുകയും, അപ്പോൾ അവരുടെ കസ്റ്റമർ ഏജൻറ്റ് പറഞ്ഞു, ഇന്ന് നിങ്ങളുടെ ഫുൾ പ്രോബ്ലംസും ഞങ്ങൾ സോൾവ് ചെയ്യുക എന്നുള്ളൊരു ഉറപ്പ് ഞങ്ങൾക്ക് തന്നു. അതിനുശേഷം ഞങ്ങളോട് പറഞ്ഞു, ഇന്ന് തന്നെ നിങ്ങളുടെ ക്യാമറ നമ്മളിവിടുന്ന് സെൻഡ് ചെയ്യുകയാണ്, ഇനി നിങ്ങളൊന്നും പേടിക്കണ്ട, പുതിയ ക്യാമറയാണ് അയക്കുന്നതെന്ന് നമുക്കൊരു മെയിലും കിട്ടി. അപ്പോൾ അതിനുശേഷം വീണ്ടും ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സാറിന് നമ്മൾ ബ്ലൂ ഡാർട്ട് വഴി സെൻഡ് ചെയ്ത് കൊടുത്തപ്പോൾ 2 ദിവസം കൊണ്ട് നമ്മുടെ ക്യാമറ ഡൽഹിയിൽ ഡെലിവറി ആയിരുന്നു. അപ്പോൾ ഈ ക്യാമറ ഇപ്പം ഒരു കുറച്ച് ദിവസമായിട്ട് 4-ാം തീയതി നമുക്ക് അയച്ചു എന്ന് പറഞ്ഞിട്ടും ഒരു 5-8 ദിവസമായിട്ട് നമ്മുടെ അടുത്തേക്ക് ക്യാമറ എത്തിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾക്ക് വീണ്ടും ഒരു കൺഫ്യൂഷനായി. പിന്നെ കുറച്ച് ഹോളിഡേയ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു, പിന്നെ ഇവരെ വിളിച്ചിട്ട് കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾക്ക് ശരിക്കും ഈ ക്യാമറ കിട്ടുമോ എന്നുള്ളൊരു ഭയം ഉണ്ടായി. 8 ദിവസം കഴിഞ്ഞപ്പം, അതായത് സെപ്റ്റംബർ മാസം 12-ാം തീയതി നമ്മളവരെ കോൺടാക്ട് ചെയ്യുന്നു. അപ്പോൾ രാവിലെ ഒരു 11 മണിക്കാണ് കോൺടാക്ട് ചെയ്തത്. അപ്പോൾ ഉടനെ തന്നെ നമുക്ക് അവരെ കിട്ടി. അവരോട് സംസാരിച്ചപ്പോൾ അവർ പറയുന്നത്, നിങ്ങളുടെ പ്രോബ്ലം ഞങ്ങൾ 4-ാം തീയതി തന്നെ സോൾവ് ചെയ്തതാണ് എന്ന രീതിയിലാണ് പറയുന്നത്. അപ്പോൾ ശരിക്കും ഞങ്ങൾക്ക് ഈ 4-ാം തീയതി ഒരു ക്യാമറ ഞങ്ങൾക്ക് ഇങ്ങോട്ട് അയച്ചെന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് 12-ാം തീയതി ആയിട്ട് ഈ ക്യാമറ ഇവിടെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ സമയത്ത് അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ഞാൻ ട്രാക്കിംഗ് ID തരാൻ പറഞ്ഞു. അപ്പോൾ ട്രാക്കിംഗ് ID തരാം, അല്ലെങ്കിൽ ഞാൻ ചോദിച്ചു, നിങ്ങൾ തന്നെ ഒന്ന് ട്രാക്ക് ചെയ്തിട്ട് ഇപ്പോൾ ഈ പ്രോഡക്റ്റ് ഇപ്പോൾ എവിടെയാണ് ഉള്ളതെന്നൊന്ന് പറയാമെന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ കസ്റ്റമർ ഏജൻറ്റ് പറഞ്ഞു, ഓക്കെ ഷുവർലി അവർ ചെയ്യാമെന്ന് പറയുകയും, അവരത് ട്രാക്ക് ചെയ്തിട്ട് അവർ പറഞ്ഞു, ഈ ക്യാമറ ഇപ്പം മൂവാറ്റുപുഴ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് എന്ന് ഞങ്ങൾ പറയുകയും ചെയ്തു. അതിനുശേഷം ഞങ്ങൾക്ക് ട്രാക്കിംഗ് ID സെൻഡ് ചെയ്ത് തന്നു. നമുക്ക് ഇന്നോ അല്ലെങ്കിൽ നാളെയോ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് ഡെലിവർ ആവുമെന്ന് പറഞ്ഞു, നമുക്കിത് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നീട് ശരിക്കും അന്ന് തന്നെ ഒരു അരമണിക്കൂറോടെ കഴിഞ്ഞപ്പോൾ ഞങ്ങളെ തൊടുപുഴ മുതലക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള DTDC കൊറിയർ സർവീസിൻ്റെ ഓഫീസിൽ നിന്ന് ഞങ്ങളെ കോൺടാക്ട് ചെയ്തിട്ട് ഞങ്ങളോട് പറഞ്ഞു, ഒരു പ്രോഡക്റ്റ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം തന്നെ ഞങ്ങൾ അവിടെ പോയിട്ട് ഡയറക്റ്റ് ഈ സാധനം വാങ്ങുകയാണ് ചെയ്തത്. അവിടെ നിന്ന് മേടിച്ചു, അവിടെ നിന്ന് എല്ലാം സൈൻ ചെയ്ത് കൊടുത്തിട്ട് ഞങ്ങൾക്ക് പ്രോഡക്റ്റ് അവിടെ നിന്ന് തന്നെ കിട്ടി. അപ്പോൾ ഞങ്ങൾക്ക് ശരിക്കും അവർ പറഞ്ഞ പോലെ തന്നെ അവർ വാക്ക് പാലിച്ചു. ഞങ്ങൾക്ക് പുത്തൻ പുതിയ GoPro Hero 12 എന്ന് പറഞ്ഞ ക്യാമറയാണ് ഞങ്ങൾക്ക് അവർ തന്നത്. അപ്പോൾ അത് ഞങ്ങൾ ശരിക്കും ഞങ്ങളുടെ കംപ്ലൈൻ്റ് ആയതെന്ന് പറഞ്ഞാൽ GoPro Hero 10 മോഡലാണ് കംപ്ലൈൻ്റ് ആയത്. അപ്പോൾ അത് ഞങ്ങൾ വാറണ്ടി ക്ലെയിം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ അഡ്വാൻസ്ഡ് മോഡലായിട്ടുള്ള GoPro Hero 12 ക്യാമറ ഈ ലക്ഷറി പേഴ്സണിഫൈഡ് കമ്പനി ഞങ്ങൾക്ക് തന്നു. അപ്പോൾ അതിന് ഞങ്ങൾക്ക് ഒത്തിരി പൈസ ഒന്നും ചിലവായിട്ടില്ല. ഞങ്ങൾക്ക് ആകപ്പാടെ ചിലവായ പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ബ്ലൂ ഡാർട്ട് വഴി അവർക്ക് അയച്ചു കൊടുക്കാൻ ചിലവായ ഒരു 600 രൂപ മാത്രമാണ് ചിലവായിട്ടുള്ളൂ. പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്ത നമ്മുടെ ഒരു 10-30 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പല പ്രാവശ്യം യാത്ര ചെയ്യേണ്ടി വന്നു, അതുമാത്രമേ ഉള്ളൂ ശരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ GoPro ക്യാമറ കേടായി കഴിഞ്ഞാൽ ഈ രീതിയിൽ ഞങ്ങൾ പറഞ്ഞ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ ഈ ക്യാമറ നിങ്ങൾക്ക് ഉറപ്പായിട്ടും മാറിക്കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് നന്നാക്കി കിട്ടും. അപ്പം ഞങ്ങൾ ഈ ലക്ഷറി പേഴ്സണിഫൈഡിൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഈ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ നോട്ട് ചെയ്യുക. അതുപോലെ ഈ ഫോൺ നമ്പർ ഒന്ന് നോട്ട് ചെയ്യുക. അതിനുശേഷം ആരും വിഷമിക്കേണ്ട കാര്യമില്ല, കാരണം നമുക്കറിയാം ഇത്രയും വില കൊടുത്ത് മേടിക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. ഇത് കേടായിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി നമ്മുടെ ഇന്ത്യയിൽ, നമ്മുടെ കേരളത്തിൽ പല സ്ഥലത്തും, കോട്ടയത്തും അതുപോലെ തൃശ്ശൂരിലും എറണാകുളത്തൊക്കെ ക്യാമറ സർവീസ് സെൻ്ററുകൾ ഉണ്ടെങ്കിലും ഈ GoPro സർവീസ് ഒരിടത്തും തന്നെ കിട്ടത്തില്ല. നമ്മൾ ചോദിക്കുന്ന സമയത്ത് അവർ കൊണ്ടുവരുവാണെങ്കിൽ നോക്കാമെന്ന് പറയും. പക്ഷേ ഈ ക്യാമറയ്ക്ക് ശരിക്കും ഇതിന് സാധാരണ കംപ്ലൈൻറ്റ് അങ്ങനെ വരാറില്ല. കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ ഇതിന് മിക്കവാറും വരുന്ന സോഫ്റ്റ്വെയർ കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ ആ കംപ്ലൈൻറ്റ് ശരിക്കും നമ്മുടെ ഈ നാട്ടിൽ ഒരു സർവീസ് സെൻ്ററിലോ അത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഡയറക്റ്റ് ഇതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട് വാറണ്ടി ഉള്ളതാണെങ്കിൽ വാറണ്ടിയിൽ അത് മാറിയെടുക്കുക, അല്ലെങ്കിൽ അവർ വഴി അത് നന്നാക്കി എടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം ഈ രീതിയിൽ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും വാറണ്ടി ടൈമിലാണെങ്കിൽ പുതിയ GoPro ക്യാമറ നിങ്ങൾക്ക് കിട്ടും. ശരിക്കും നമ്മൾ വാറണ്ടി ക്ലെയിം ചെയ്യുന്ന സാധനം ആയിരിക്കില്ല നമുക്ക് അവർ തരുന്നത്.
അതിനേക്കാളും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് മോഡലായിരിക്കും നമുക്ക് തരിക. അപ്പം ഞങ്ങൾക്ക് എന്തായാലും അങ്ങനെ ആ കമ്പനിയുടെ എന്താണ് കമ്പനി നല്ലൊരു രീതിയിലുള്ള ഒരു പെരുമാറ്റവും കാര്യങ്ങളൊക്കെയാണ് നമ്മളോട് നടത്തിയത്. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ചാനലിൽ കമൻറ്റോ മെയിലോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ, ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അതിനുവേണ്ട നിങ്ങൾക്ക് ക്യാമറ മാറിയെടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞു തരാം. അപ്പോൾ എന്തായാലും എല്ലാവർക്കും നന്ദി. അപ്പം എല്ലാവർക്കും ഒരു ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്കും ചെയ്യുക. അതുപോലെ വീഡിയോ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യുക. കാരണം ഈ ക്യാമറ കേടായിട്ടുള്ള പലരും ഉണ്ട്. അപ്പം അങ്ങനെ അവർക്കും ഒരു ഉപകാരപ്പെടട്ടെ. ഈ പ്രോഡക്റ്റ് മാറിയെടുക്കാനായിട്ട് അവർക്കും ഒരു സഹായമാവട്ടെ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.